എറണാകുളം കളമശ്ശേരിയിലാണ് കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ വലിയ തീപിടുത്തമുണ്ടായത്. ബിവറേജസ് ഔട്ട്ലെറ്റ് പുറകുവശത്തെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഒരുപാട് വാഹനങ്ങളൊക്കെ 2 വാഹനങ്ങൾ ഏതാണ്ട് ഭാഗികമായി കത്തി. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. വലിയ തീപിടുത്തമാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അവിടെ ശ്രീകാന്ത്, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ? അഷ്മി, നിലവിൽ ഈ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. ഇതാ ഗോഡൌണിന് തൊട്ട് സമീപത്തുള്ള ലോഡ്ജാണ്. അതിന്റെ പിൻഭാഗത്ത് വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. ഇത് നിന്ന് കത്തുകയാണ്. ഈ ലോഡ്ജിന്റെ പിൻവശം നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ കാണാം. അതിന്റെ പിറകുവശത്തേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. പക്ഷേ അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പിറകുവശത്ത് നന്നായി പുക ഉയരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഈ ലോഡ്ജിന്, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഈ ലോഡ്ജിന് പിറകുവശം കത്തുകയാണ്. അത് ഈ കണ്ട ഗോഡൌണിന്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള, തൊട്ട് ചേർന്ന് തന്നെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൂടി തീ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഗോഡൌണിലെ തീ കെടുത്തിയെങ്കിലും തൊട്ടടുത്ത സ്ഥലത്തേക്ക് കൂടി ഇപ്പോൾ തീ പടർന്നു പിടിച്ചിരിക്കുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ലോഡ്ജിലേക്ക് തീ പടർന്നു പിടിച്ചു. ആ തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പുക ഉയരുന്നുണ്ട്. ഹഷ്മി, ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് കയറി ചെന്നിട്ടുണ്ട്. ആ ടെറസിന്റെ മുകളിലേക്ക്, തീ കത്തുമ്പോഴും ആ ടെറസിന്റെ മുകളിലേക്ക് അവർ കയറി ചെന്നിട്ടുണ്ട്. ആ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം അല്പസമയത്തിനകം അവരുടെ ഭാഗത്തുനിന്ന് തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഏത് ഭാഗത്താണ് കത്തുന്നത് എന്നുള്ള കാര്യം പിറകിലേക്ക് പോയി നോക്കാൻ കഴിയില്ല. കാരണം ഈ ഗോഡൌൺ ഒന്നാകെ കത്തി പൊളിഞ്ഞ് താഴേക്ക് വീണ് ആ പിറകുവശത്തേക്ക് പോകുന്ന വഴി അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിലെ എന്തായാലും പോകാൻ കഴിയില്ല. ഈ കത്തുന്ന കെട്ടിടത്തിലെ മുൻഭാഗത്തുകൂടി കയറി പോയി മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ തീ അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും ആ റിസ്ക് അവർ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഉദ്യോഗസ്ഥൻ ആ കൊണ്ടിട്ട വാഹനത്തിൽ നിന്നും പൈപ്പ് ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇതും ഈ കെട്ടിടത്തിലെയും തീ അല്പസമയത്തിനകം അണയ്ക്കാൻ സാധിക്കും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തീ വളരെ വളരെ വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. അതിനർത്ഥം അതിന്റെ പിൻവശത്ത് നല്ല രീതിയിൽ തീ പടർന്നു പിടിക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും ആ കെട്ടിടത്തിന്റെ പിന്നിൽ പിന്നെ വേറൊരു സ്ഥലത്തോട് തീ പിടിക്കുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് താമസിച്ച് നമ്മുടെ ഓൺലൈൻ സ്വിച്ചർ ആൽബിൻ ചെയ്യുന്നുണ്ട്. ആൽബിൻ, എന്ത് പറ്റിയാ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ പുകയൊക്കെ ആയോ? ആൽബി, കേൾക്കാവോ? കേൾക്കാം. ഇതിനടുത്താണ് ആൽബി താമസിക്കുന്നത്? ഇന്ന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. 10-നും 10-15-നും ഇടയ്ക്കായിരുന്നു സംഭവം ഉണ്ടായത്. ഒരു ഭയങ്കര പൊട്ടിത്തെറിയും തീ ഉയരുകയായിരുന്നു. പിന്നെ ഫുള്ള് പുകമയമായിരുന്നു. ഇപ്പോഴും നല്ല പുകയാണോ? അല്ലല്ല, ഇപ്പൊ പുക കുറഞ്ഞിട്ടുണ്ട്. തീയും അണച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുകാരുണ്ട്. ആൽബി, നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഗോഡൌണിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ലോഡ്ജിന്റെ, ഒരു നീളം ലോഡ്ജ് പോലെ ഒരു കെട്ടിടത്തിന്റെ ബാക്കിലായി പിന്നെയും പുക വലുതായിട്ട് ഉയരുന്നുണ്ട്. എനിക്ക് അവിടെയും കൂടെ തീ പിടിച്ചെന്ന് തോന്നുന്നു. ഹാഷ്മി, അവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിയന്ത്രണ വിധേയമാണ്. ഇതിന് കുറെ ലൈൻ കമ്പികളുണ്ട് കറണ്ടിന്റെ. അതാണ് കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. ഇത് ചൂട് കൂടുന്തോറും ഇതിൽ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കൂടുതലും തീ പടർന്നത്. ഈ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അതായിരിക്കോ ആദ്യം കേട്ട പൊട്ടിത്തെറി? അല്ല, അവിടെ ഒരു ബെഡിന്റെ ഫാക്ടറി ഉണ്ട്. ബെഡിന്റെ ഫാക്ടറിയിലാണ് ഇത് പൊട്ടിത്തെറി ആദ്യം ഉണ്ടായത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മിനറൽ വാട്ടറിന്റെ ഗോഡൌണും ഉണ്ട്. ഇത് രണ്ടിലും തീ പെട്ടെന്ന് കയറി പിടിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ സേഫ് ആൻഡ് സുരക്ഷിതമായിട്ട് പെട്ടെന്ന് ഡ്യൂട്ടിക്കുക. ഓക്കെ, ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ആദ്യം ഒരു പൊട്ടിത്തെറിയുടെ കാര്യം നമ്മുടെ ആൽബി അടക്കമുള്ളവരും പറയുന്നുണ്ട്. എന്നെ ആദ്യം ഒരു ഡോക്ടർ റമീസ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് വൈകിട്ടത്തെ ഒരു പരിപാടിക്ക് അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു വലിയ പൊട്ടിത്തെറി കേൾക്കുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വലിയ പൊട്ടിത്തെറിയുടെ കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ പൊട്ടിത്തെറി എന്ന് മനസ്സിലാവുന്നുണ്ടോ ശ്രീകാന്ത്? ഈ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇവിടെ നിന്നും ചാടിയ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതെന്തായിരുന്നു ചേട്ടാ സംഭവിച്ചത്? എനിക്കറിയില്ല. ഇന്ന് ഓഫായതുകൊണ്ട് ഞാൻ ഉറങ്ങായിരുന്നു. 10 മണിയായ സമയത്ത് എനിക്ക് റൂമിനകത്തേക്ക് ഇങ്ങനെ ഫുള്ള് പുക വരുന്നുണ്ട്. ഞാൻ ജനൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ പുക വരുന്നുണ്ട സമയത്ത് ഞാൻ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് എണീച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു ഇവിടെ ആൾക്കാർ ഫുള്ളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തീയാ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ചാടിക്കോ പറഞ്ഞു. പിന്നെ ഞാൻ ഷർട്ടൊന്നും ഇടാൻ വേണ്ടി പോയില്ല. നേരെ ഇത് ഈ ഷീറ്റ് കൂടി താഴോട്ട് ചാടി. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. നമുക്ക് തീ റൂമിനകത്തേക്ക് ഇങ്ങനെ ഫുള്ള് പുക വന്ന സമയത്തേ കണ്ടുള്ളൂ. ഒരു പൊട്ടിത്തെറി സൗണ്ട് ഒക്കെ കേട്ടെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? എന്താ അറിയില്ല. ചില റൂമിലൊക്കെ ഗ്യാസ് ഒക്കെ ഉണ്ട്. അതാ പൊട്ടി തെറിച്ച എന്താണെന്നറിയില്ല. നമ്മള് നോക്കിയില്ല. ഈ കെട്ടിടത്തിലേക്ക് ഇവിടെ
എവിടെയായിരുന്നു നിങ്ങൾ താമസിക്കുന്നത്? ഞാനിവിടെ താമസിക്കുക. എൻ്റെ ഇപ്പോൾ റൂമിനകത്ത് മൊബൈലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഡ്രസ്സ്, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അകത്താണുള്ളത്. അതിൽ തീ പിടിച്ചിട്ടുണ്ടല്ലേ? അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ തിരിച്ചു നോക്കാൻ പോയില്ല. ഞാൻ ഇതിൽ നോക്കുമ്പോൾ ഫുള്ള് തീ വരത്തുകൊണ്ട് ഞാൻ നേരെ താഴോട്ട് ചാടി. ജീവൻ കിട്ടിയാൽ മതിയാന്ന്. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത് റൂം? എൻ്റെ റൂമിൽ ഒരാളുണ്ടായിരുന്നു, അപ്പുറത്തെ റൂമിലത്തെ ആളും എൻ്റെ ഒന്നിച്ച് തന്നെ ചാടി. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇപ്പുറത്ത് ഉള്ള 4 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവർ ഫ്രണ്ട് റൂമാണ്, ഇവർക്ക് ബാക്കിലുള്ളതൊന്നും കാണൂല. എൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് കാണുന്നുണ്ട്. ഇവരിവിടെ ഇരിക്കുകയാണ്, ഇവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ തീ പിടിക്കുന്നുണ്ട് ചാടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവരും അങ്ങനെ വന്നു. അശ്മി, ഈ കേട്ടതാണ് ഇവിടെ നിന്നുണ്ടായിരുന്ന ഈ ഗോഡൌണിന്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞ ഈ ലോഡ്ജിൽ താമസിച്ചിരുന്ന ആൾ ഇപ്പോൾ വിവരിച്ചത്. ഈ പുക ഉയരുന്നത് ആ ലോഡ്ജിൽ നിന്നാണ്. തീ ഇതിന്റെ തൊട്ട് പിൻവശത്ത് തീ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ആ ഗോഡൌണിന്റെ ഭാഗത്തുണ്ടായിരുന്ന വഴിയിലൂടെ പിൻവശത്തേക്ക് പോയി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻവശത്തോടുകൂടി ഈ പൈപ്പ് മുകളിലേക്ക് എടുത്ത് തീ അണയ്ക്കാൻ എത്ര കണ്ട് കഴിയും എന്നറിയില്ല.